RSS നേതാവിന്റെ പേരിടുന്നത് സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് അതിന് മതിയെന്ന ഉറച്ച നിലപാടിൽ ഇടതുപക്ഷ മന്ത്രിസഭ. ഒരു സർക്കാർ പദ്ധതിക്ക് അങ്ങനെ കണ്ട RSSകാരുടെ ഒക്കെ നേതാവിന്റെ പേരിടുന്നത് കേരളത്തിൽ നടക്കില്ല. സ്വന്തമായ കെട്ടിടമോ പ്രതിമയോ ഒക്കെ പണിഞ്ഞിട്ടാവാം. പക്ഷേ കേരളത്തിലെ സർക്കാരിന്റെ കീഴിലെ സംരംഭങ്ങൾക്ക് ഇത്തരമൊരു ആഗ്രഹവുമായി ആര് വന്നാലും അനുവദിക്കില്ല എന്നും ഇത്തരത്തിലൊരു പരാതി നേരിട്ട് ലഭിച്ചിട്ടില്ല എന്നും ലഭിച്ചാൽ അതിനെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളുമെന്നുമാണ് തദ്ദേശ മന്ത്രി MP രാജേഷിന്റെ പ്രസ്താവന. പാലക്കാടുള്ള നൈപുണ്യ വികസന കേന്ദ്രത്തിനാണ് RSS മേധാവി ഹെഡ്ഗേവാറിന്റെ പേരിടാനുള്ള ഗൂഢാലോചന നടന്നത്. ഇതിനെതിരെ ശക്തമായി ഇടതുപക്ഷവും വലതുപക്ഷവും പ്രക്ഷോഭം ഉയർത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ വലതുപക്ഷം ശക്തമായ പരിപാടികളാണ് ഈ RSS നയത്തിനെതിരെ കേരളത്തിൽ നടത്തിയത്. എന്നാൽ ഇതിനെതിരെ BJP പ്രവർത്തകർ പരസ്യമായ കൊലവിളിയാണ് കോൺഗ്രസുകാർക്കെതിരെ നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് കാലുകുത്താൻ സമ്മതിക്കില്ല എന്നും കാലുകുത്തിയാൽ കാലു കാണില്ല എന്നും കഴുത്തിനുമേൽ തലയുണ്ടാകില്ല എന്നും പരസ്യമായാണ് പൊതുസമൂഹത്തിൽ ഇറങ്ങി BJP നേതാക്കന്മാർ വെല്ലുവിളിച്ചത്. ഇതിനെതിരെ ശക്തമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിമർശനങ്ങൾ ഉണ്ടായി. രാഷ്ട്രീയ നേതാക്കന്മാർ പൊതുനിരത്തിൽ കിടന്ന് നാലാംകിട ഗുണ്ടകളെ പോലെ തമ്മിൽ തല്ലുന്നതും കൊലവിളി നടത്തുന്നതും രാഷ്ട്രീയ അധപതനത്തിന്റെ ലക്ഷണമാണെന്നുള്ള നിരീക്ഷണം വരെയുണ്ടായി. എന്നാൽ ഇത്തരം RSSന്റെ നടപടിക്കെതിരെ മുഖമടച്ചുള്ള അടിയായിട്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം വന്നിരിക്കുന്നത്. RSSന് BJPക്കും അവരുടെ സ്വന്തം നിലയിൽ സ്മാരകങ്ങളോ പ്രതിമകളോ ഒക്കെ പണിയാമെന്നും അങ്ങനെ പല പാർട്ടികളും ചെയ്യാറുണ്ടെന്നും എന്നിട്ട് അവരുടെ മേധാവികളുടെ പേര് അതിനിടുന്നത് ആർക്കും എതിർപ്പില്ല എന്നും എന്നാൽ ഒരു സർക്കാർ സംരംഭത്തിന് ഒരു RSS നേതാവിന്റെ പേരിടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുമായിരുന്നു MP രാജേഷിന്റെ പ്രതികരണം. അതേസമയം പാലക്കാട് ഇങ്ങനെ നശിപ്പിച്ചതിന്റെ പ്രധാന കാരണക്കാർ BJPയും കോൺഗ്രസുമാണ് എന്നും ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കലാണ് BJPയുടെ പ്രധാന അജണ്ട എന്നുമാണ് AK ബാലൻ ഈ പ്രശ്നത്തിനെതിരെ പ്രതികരിച്ചത്. കേവലം ഒരു നഗരസഭ കയ്യിൽ കിട്ടിയപ്പോൾ BJP RSS പ്രവർത്തകർ ചെയ്തു കൂട്ടുന്ന അക്രമമാണിത്. അപ്പോൾ പിന്നെ കേരളത്തിന്റെ അധികാരമോ അല്ലെങ്കിൽ കേരളത്തിലെ ഒന്നോ രണ്ടോ ജില്ലയോ പഞ്ചായത്തോ ഒക്കെ കൂടി കയ്യിൽ കിട്ടിയാൽ എന്തൊക്കെയായിരിക്കും ഈ മത തീവ്രവാദികൾ കേരളത്തിൽ നടത്തിക്കൂട്ടുന്നത് എന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. കേരളത്തിൽ ഇത്ര ക്രമസമാധാന വിരുദ്ധ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുകയും അതിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി ഇരയാക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് BJP നേതൃത്വമാണ് കേരളത്തിന് അഭികാമ്യം എന്ന ചിന്ത ഉണ്ടാക്കിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനും പിന്നിൽ. 92 കാലഘട്ടത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പരിസരത്തുള്ള ഒരു റോഡിന് ഹെഡ്ഗേവാറിന്റെ പേരിടണം എന്ന തരത്തിൽ ഒരു ചർച്ച BJPയിൽ നടന്നിരുന്നു. എന്നാൽ അത് എവിടെയും എത്താതെ തള്ളിക്കളഞ്ഞു എന്നും ഇന്നും അതുപോലെ തന്നെ ഉണ്ടാകുമെന്നുമാണ് ബാലൻ പ്രതികരിച്ചത്. അതിനു പുറമെ കേന്ദ്രത്തിൽ നിന്ന് കോടികൾ ഇത്തരമൊരു സംരംഭം തുടങ്ങുന്നതിന് BJP പ്രവർത്തകർക്ക് നിസ്സാരമായി അനുവദിച്ചു നൽകുമല്ലോ എന്നും സ്വന്തം നിലയ്ക്ക് തുടങ്ങിയിട്ട് എന്ത് പേരം വേണമെങ്കിലും ഇടാമല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. ഉത്തരേന്ത്യയിലൊക്കെ മുഴുവൻ സർക്കാർ സംരംഭങ്ങൾക്കും മുഴുവൻ റോഡുകൾക്കും ശൗചാലയങ്ങൾക്കും പോലും ഹിന്ദു RSS പ്രവർത്തകരുടെ പേരുകൾ ഇടുന്നത് പോലെ കേരളത്തിൽ വന്ന് മതം വിളമ്പി തമ്മിൽ തല്ലുണ്ടാക്കി അധികാരം പിടിക്കാമെന്ന രഹസ്യ അജണ്ട BJPക്ക് ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ വിലപ്പോവില്ല.